ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടെ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. പിന്നീട് ഞാൻ 1 ഗ്ലാസ് അരിയാണ് ഇട്ടെടുത്തത്, അത് കുതിർത്താനായിട്ട് ഇട്ടു. നമ്മൾ ചിക്കൻ വറുക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വറുക്കുക കേട്ടോ. അത് ഓയിലിൽ വറുത്തെടുക്കുക. അത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരി വേവിക്കാനിടാം. ഒരു 15 മിനിറ്റ് കുതിർത്തി വാറ്റി വെച്ചതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. പിന്നീട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത നമ്മുടെ ഓയിലുണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അത് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ക്യാരറ്റും പിന്നെ നമ്മുടെ ക്യാബേജും ആണ് ഇട്ട് കൊടുത്തത്. നമുക്ക് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലതായിരിക്കും, നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കും കേട്ടോ. ഇനി അതിലേക്ക് സോസുകളാണ് ഒഴിക്കുന്നത്. സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ഒഴിക്കണം. ചില്ലി സോസ് എൻ്റെ തീർന്നു പോയിരുന്നു, അപ്പോൾ അത് മറ്റേത് രണ്ടും മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അത് സെറ്റാകുമ്പോൾ അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതോടുകൂടി നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റാവാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റും കൂടിയാണ് ഇതിന്. അപ്പോൾ വീട്ടിൽ നമ്മുടെ റെസിപ്പി നോക്കി ട്രൈ ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബായ്.